ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, നിങ്ങൾ പാഷനെ ഫോളോ ചെയ്യുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് എത്രമാത്രം ശരിയാണ് സെൻസി? ഇത് ശരിയുമാണ് തെറ്റുമാണ്. ഓക്കെ, ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കട്ടെ, നിങ്ങളെ പാഷൻ എന്താ? എന്റെ പാഷൻ ജിമ്മാണ്, വർക്കൗട്ടാണ് എന്റെ പാഷൻ. ഓക്കെ, ഗ്രേറ്റ്. ജിമ്മാണ്. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ട 2 ചോദ്യങ്ങൾ. ഓക്കെ, ഞാൻ നിങ്ങളെ ഫേസ് കാണില്ല, പേര് അറിയില്ല, ഒന്നും അറിയേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങളുടെ പാഷന് ജിമ്മാണ്. അപ്പം ഇത് നിങ്ങൾക്ക് പ്രൊഫഷൻ ആക്കാൻ പറ്റുമോ? റീസെന്റ് ഇപ്പോ പ്രൊഫഷൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇന്റർനാഷണൽ ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ ഞാൻ അതിൽ ഡിപ്ലോമ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, അപ്പൊ നിങ്ങൾ അതൊരു പ്രൊഫഷൻ ആക്കി മാറ്റി കഴിഞ്ഞാൽ അതിന് റവന്യൂ ഇൻകം കിട്ടും? ഓക്കെ, ആ ഇൻകം കൊണ്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കുമോ? നിങ്ങളുടെ ഫാമിലി നോക്കാൻ പറ്റുമോ? പറ്റും. ഓക്കെ, അങ്ങനാണെങ്കിൽ പാഷനെ ഫോളോ ചെയ്യാം. ഓക്കെ, മനസ്സിലായില്ലേ? രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ എടുക്കാം, വേറൊരു പാഷൻ പറയാം. പാഷൻ ചിലപ്പോൾ അത് നിങ്ങളെ പാഷൻ ആയിരിക്കണം എന്നില്ല. ഒരു എക്സാമ്പിൾ, വേറെ കേസ് പറയാം. ജിമ്മും ബോഡി ബിൽഡിംഗ് അല്ലാത്തത് ഒന്ന് പറയും. ഫോട്ടോഗ്രാഫി. ഓക്കെ, അതിനെ നമുക്ക് പ്രൊഫഷൻ ആക്കി മാറ്റാൻ പറ്റുമോ? പറ്റില്ല എന്നാണ് എനിക്ക് എന്റെ ഉള്ളിലുള്ള ഒരു ഓക്കെ. ഇനി ഫോട്ടോഗ്രാഫി തന്നെ ആയിക്കഴിഞ്ഞാൽ തന്നെ അത് നമുക്ക് വളരെ ഡിഫറെന്റ് സെക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ചിലൊരു വെഡിങ് ആയിരിക്കാം, അല്ലെ? ചിലൊരു ഹൗസ് വാമിംഗ് ആയിരിക്കാം, ചിലൊരു ഇനാഗുറേഷൻ ആയിരിക്കാം, ചിലൊരു പബ്ലിക് ഈവന്റ് ആയിരിക്കാം. എനിക്കറിയാവുന്ന ഒരു വ്യക്തിയുണ്ട്. ഓക്കെ, ആ വ്യക്തിന്റെ ഞാൻ കഥ പറഞ്ഞുതരാം. ഈ വ്യക്തി ഒരു കമ്പ്യൂട്ടർ ഷോപ്പ് എന്താണ് ഇയാൾക്കുള്ളത്, ബാംഗ്ലൂരിൽ. ഓക്കെ, കമ്പ്യൂട്ടർ ഷോപ്പുള്ളത്. ഇയാൾക്ക് മറ്റൊരു ക്രേസി സ്റ്റഫ് എന്ന് വെച്ചാൽ ക്യാമറ എടുത്തിട്ട് ചെറിയ ഇൻസെക്ട്സ് അല്ലെങ്കിൽ ചെറിയ മൃഗങ്ങളുടെ ഒക്കെ പിക്ചർ എടുക്കാന്നല്ല, വീഡിയോയും പിക്ചേഴ്സ് ഒക്കെ എടുക്കാന്നല്ല. അപ്പോൾ ഇയാള് അവിടെയുള്ള കാട്ടില് എനിക്കറിയില്ല, മൈസൂരാണ് എവിടെയാണ് ഇയാൾ സ്റ്റേഷൻ ചെയ്യുന്നത്. അപ്പം ഇയാള് കാട്ടിലേക്ക് പോയിട്ട് കാട്ടിലെ പിക്ചർ എടുക്കും. അതേപോലെ തന്നെ ഇയാള് അപ്പൊ തന്നെ ആയിരിക്കും ചിലപ്പോൾ കമ്പ്യൂട്ടർ ഷോപ്പിൽ നിന്ന് ഏതെങ്കിലും കോൾ വരുന്നത്. അപ്പോൾ അവിടുന്ന് മാറിയിട്ട് ഇയാള് ഷോപ്പിലേക്കും വരും. ഷോപ്പിലേക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആരെങ്കിലും വിളിച്ചു പറയാം, അത് അവിടെ ഒരു ചേസ് നടക്കേണ്ട അവിടെ കാട്ടിലൊരു ചേസ് നടക്കുന്നുണ്ട്, ഇവിടെ വാ, നിങ്ങൾക്ക് അത് പിക്ചർ ചെയ്യാന്ന്. അപ്പൊ ഇയാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടാം. ഇയാളുടെ പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫിയാണ്, അത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയാണ്. അതേ സമയത്ത് ഇയാളുടെ ജോബ് എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ജോബാണ്. ഇയാൾ വേറെ പണിയൊന്നുമില്ല. ഇയാൾ ഈ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് എല്ലാം അപ്ലോഡ് ചെയ്യും ഫ്രീ ആയിട്ട്. നമ്മൾ സ്റ്റോക്ക് ഫോട്ടോഗ്രാഫ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതേപോലെ ഇയാൾ പോസ്റ്റ് ചെയ്യും. ഇയാൾ അമ്മേന്റെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് വെറും ചീത്ത, എന്താ മോനെ ഇത്രയും വലിയ എക്സ്പെൻസീവ് ക്യാമറാസും ഇതൊക്കെ ഡിവൈസുകളൊക്കെ കൊണ്ടുവന്ന് വന്നിട്ട് നീ വെറുതെ കാട്ടിൽ പോവാ, ഇത് റിസ്ക് ചെയ്യണത്. അതേപോലെ പിക്ചേഴ്സ് എടുക്കാൻ അതിൽ ഒരു പ്രോഫിറ്റും കിട്ടില്ല, അത് കൊണ്ടുപോയിട്ട് അപ്ലോഡ് ചെയ്യണം. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു പ്രാവശ്യം ഇയാൾക്കൊരു മെസ്സേജ് എന്തോ വന്നതാണ്. അതായത് നിങ്ങൾ ഈ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു പിക്ചർ, ഒരു ചെറിയൊരു തവളയാണ്, ഓക്കെ, ഒരു ഫ്രോഗ്, അതിന്റെ പിക്ചർ ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ട്. അപ്പൊ ഇയാൾ എന്തായാലും ഫ്രീ ആണ്, അപ്പൊ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പൊ പറയില്ല, നിങ്ങൾ ഞങ്ങൾക്ക് റൈറ്റ് തരണം, ഓക്കെ, ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ റൈറ്റും കൊടുത്തു. അത് കഥ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു മെസ്സേജ് വരികയാണ്, നിങ്ങൾക്ക് ഞങ്ങളൊപ്പം വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ട്. അപ്പം ഇയാൾ പറഞ്ഞു, എന്താ വർക്ക് ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ലല്ലോ, പക്ഷെ എനിക്ക് അറിയണം നിങ്ങൾ ആരാന്നുള്ളത്. ആരാന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മ ആണെങ്കിൽ ഒന്നില് CNN ആണ്, അല്ലെങ്കിൽ BBC ആണ്. മനസ്സിലായില്ലേ? എത്ര പേർക്ക് മനസ്സിലായത്? അപ്പൊ അവിടെ ഇയാൾ എന്ത് ചെയ്യുന്നത്, കമ്പ്യൂട്ടർ ഷോപ്പ് പൂട്ടി പണി വേറെ നോക്കി. ഇയാൾ കമ്പ്യൂട്ടർ ഷോപ്പ് പൂട്ടി, കാരണം അയാൾ പ്രൊഫഷൻ പൂട്ടി, കാരണം അയാൾക്ക് പാഷനെ ഇഷ്ടം. അയാളുടെ പാഷനെ ഫോളോ ചെയ്ത് പിന്നെ ആ ഒരു ചാനലിന്റെ CNN ആണോ BBC ആണോ എന്നുള്ള എനിക്ക് അറിയില്ല. ഈ ആളുടെ പേര് ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല, കാരണം ഞാൻ പണ്ട് പറയായിരുന്നു ഇയാളുടെ പേരൊക്കെ, എനിക്ക് ഐ ഡോണ്ട് റിമെമ്പർ ഹിം. പക്ഷെ ലേറ്റർ ഓൺ ഇയാൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ അതിന്റെ ഇൻസ്ട്രക്ടറായിട്ട് മാറി, പിന്നെ സെമിനാർസ് നടത്താൻ തുടങ്ങി. ഇയാൾ കഥ ഞാൻ വായിച്ചത് ഒരു ബുക്കിലാണ്.
ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തത്. ദറ്റ് ഈസ് എത്ര പേരാണ് ഈ പാഷനൊക്കെ ഫോളോ ചെയ്ത് സക്സസ്ഫുൾ ആയെന്നുള്ള ഒരു ബുക്ക് വായിച്ചപ്പോഴാണ് ഞാൻ ഇയാളുടെ കഥ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം വാട്ട് ഡസ് ഇറ്റ് മീൻ ഹിയർ? ചില സമയത്ത് നമുക്ക് പ്രൊഫഷനെ ഫോളോ ചെയ്യണം, ചില സമയത്ത് നമുക്ക് പാഷനെ ഫോളോ ചെയ്യണം. ചിലപ്പോൾ നമ്മൾ പാഷനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പൊളിഞ്ഞു പോകും. അപ്പോൾ ഈ ഫോളോ ദ പാഷൻ എന്ന് പറഞ്ഞത് സ്റ്റീവ് ജോബ് ഒക്കെ പറഞ്ഞത് അതിന് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ എൻ്റെ കേസ് എടുക്കാം. എനിക്ക് പഠിപ്പിക്കൽ, അല്ലെങ്കിൽ ടീച്ചിങ്, അല്ലെങ്കിൽ കോച്ചിങ്, അല്ലെങ്കിൽ പേഴ്സണൽ ഡെവലപ്മെന്റ്, അത് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ്. എൻ്റെ പാഷനാണ് അത്, എൻ്റെ പ്രൊഫഷനും കൂടിയാണത്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളുടെ പാഷനെ നിങ്ങൾ പ്രൊഫഷനാക്കി മാറ്റാൻ പറ്റുമെങ്കിൽ, ആ പ്രൊഫഷൻ നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യാം. സെക്കൻഡ്, നിങ്ങളെ പാഷനെ പ്രൊഫഷനാക്കി മാറ്റാൻ പറ്റുമെങ്കിൽ, ആ പ്രൊഫഷൻ നിങ്ങൾക്കൊരു പ്രോഫിറ്റ് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പാഷനെ ഫോളോ ചെയ്യുക. ഞാൻ നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടെന്ന് വിചാരിക്കുക. ആ വ്യക്തി ഒരു വക്കീലാന്ന് വിചാരിക്കുക. അയാൾക്ക് ആക്ടിങ്ങും ഇഷ്ടമാണെന്ന് വിചാരിക്കുക. ആ ആക്ടിങ് അയാൾക്ക് പൈസ കൊണ്ടുവരുന്നുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെ ആദ്യം ചിലപ്പം ഒരു 10-500 റുപ്യ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുക. പിന്നീട് അത് ലക്ഷങ്ങളും കോടികളും കൊണ്ടുവരാൻ തുടങ്ങിയെന്ന് വിചാരിക്കുക. അയാൾ വക്കീൽ പണി തുടങ്ങും. തീർച്ചയായിട്ടും വക്കീൽ പണിയാ തുടങ്ങാൻ ആക്ടിങ് അകത്ത് പോവാ. ആളെ പേരെന്താ? ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ചിലപ്പോൾ നമ്മൾ പ്രൊഫഷൻ മാറ്റി വെക്കേണ്ടി വരും പാഷനിലേക്ക് പോകാൻ. കാരണം അവിടെ ലോജിക്കൽ ആയിട്ടാണ് ചെയ്തത്. ഇനി ഇതിന് തെറ്റായിട്ട് രീതി പറഞ്ഞുതരാം. ഒരു വ്യക്തി ഒരു ജോലിയും ഇല്ല, വീട്ടിലൊട്ട് വേറെ ഇൻകമും ഇല്ല. ഇയാൾ ലോജിക്കലായിട്ട് ചിലപ്പോൾ ഇയാൾ നന്നായി പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക, ഡിഗ്രിയും PG ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. കഴിവുണ്ട്, ജോലി ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ട്. പക്ഷേ ഇയാൾ ആ ലോജിക്കലായിട്ടല്ല ചിന്തിക്കേണ്ടത്, ഇയാൾ ഇമോഷണലായിട്ടാണ് ചിന്തിക്കുന്നത് വിചാരിക്കുക. ഇമോഷനായിട്ട് ഇയാൾക്ക് ഒരു പാഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ആ പാഷനിൽ പൈസ ഒന്നും കിട്ടാൻ പോകില്ല. അതിന്റെ ബാക്കിലാണ് ഇയാള്, രാവും പകലും അതിന്റെ ബാക്കിൽ. ഒരു പൈസ ഇല്ല, വീട്ടിലോട്ട് പൈസ ഇല്ല. അങ്ങനത്തെ സമയത്ത് നിങ്ങൾ പാഷനാണോ ഫോളോ ചെയ്യേണ്ടത്, നിങ്ങളെ ഇമോഷൻ ആയിട്ടുള്ള പാഷനാണോ ഫോളോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ലോജിക്കൽ ആയിട്ടുള്ള പ്രൊഫഷനാണോ ഫോളോ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും അപ്പം പ്രൊഫഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ എപ്പോഴും ഫോളോ യുവർ പാഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ശരിയാവാം, അത് തെറ്റുമാവാം. ഇനി വേറെ കേസ് എടുക്കാം, ഇതേ വ്യക്തിനെ എടുക്കാം. ഇയാള് ക്രേസിയാണ് ഒരു പാഷനിൽ, അതിന് ഒരു പൈസയും ഇങ്ങോട്ട് കിട്ടില്ല, പൈസ അങ്ങോട്ടാ പോകുന്നു വിചാരിക്കാം. പൈസ അങ്ങോട്ട് പോവാണ്. അതായത് നമ്മൾ ഉദാഹരണത്തിന് ഇയാള് പെയിൻ ആൻഡ് പാലിയേറ്റീവ് ആണെന്ന് വിചാരിക്കാം. പ്രായമുള്ള ആൾക്കാര് സൃഷ്ടിക്കുക, സുഖമില്ലാത്ത ആള് സൃഷ്ടിക്കുക, അതിനൊന്നും പൈസ ഇങ്ങോട്ട് കിട്ടില്ല. ഇയാളെ പൈസയും സമയവും എഫേർട്ടൊക്കെ അങ്ങോട്ട് പോവാണ്. പക്ഷെ ഇയാൾക്ക് നല്ല സ്വത്തുണ്ട്, എല്ലാം ഉണ്ട്. ആ സമയത്ത് ഇയാൾക്ക് പാഷൻ ഫോളോ ചെയ്യാൻ പറ്റുമോ? അദ്ദേഹത്തിന് അതിലൊരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും എക്സാക്ട്ലി. അപ്പം ആദ്യത്തെ കേസ് ഞാൻ പറഞ്ഞത് പഠിച്ച വ്യക്തി പക്ഷെ ജോലിയൊന്നും ഇല്ല, ജോലി എടുക്കാൻ പോകുന്നില്ല, ഈ പാഷന്റെ ബാക്കിൽ പോകുന്നുണ്ട്. വീട് പട്ടിണിയാക്കി നിങ്ങളെ പാഷന്റെ ബാക്കിൽ പോയിരുന്ന ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കേസിൽ അവർക്ക് ഇൻകം ഉണ്ട്. ഓക്കെ, അത് ചിലപ്പം സ്വത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരിക്കാം. ലെറ്റ്സ് സേ എന്തെങ്കിലും സ്റ്റോക്ക് ഉണ്ടെന്ന് എന്തെങ്കിലും വിചാരിക്കാം, റിയൽ എസ്റ്റേറ്റ് ഉണ്ടെന്ന് എന്തെങ്കിലും വിചാരിക്കാം. അത് ഇൻകം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് ഇയാളൊരു പാഷൻ ഫോളോ ചെയ്യണ്, അതായത് ഇൻകം കിട്ടാത്ത ഒരു പാഷൻ ഫോളോ ചെയ്യണ്, സ്വന്തം തൃപ്തിക്ക് വേണ്ടിയിട്ടും മറ്റുള്ളൊരു തൃപ്തിക്ക് വേണ്ടിയിട്ട് ഒരു പാഷൻ ഫോളോ ചെയ്യുന്ന യാതൊരു തെറ്റുമില്ല. അപ്പം ഒരിക്കലും ഒരു സ്റ്റേറ്റ്മെന്റ് വൺ സിംഗിൾ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ല. നമ്മൾ ശരിക്കും അത് ലോജിക്കലായിട്ട് ചിന്തിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനം എടുക്കാം. Did I answer your question? Yes, got it. Happy with that? Yeah, of course. Thank you. Next caller, please.